താപനില അളക്കുന്നതിനുള്ള അന്താരാഷ്ട്ര മാനദണ്ഡം ഏതാണ്? കെൽവിൻ. ചന്ദ്രനിൽ ഒരു വസ്തുവിന്റെ ഭാരം ഭൂമിയിലെ ഭാരത്തിന്റെ എത്ര ഭാഗമായിരിക്കും? 1/6 ഭാഗം. പ്രവൃത്തി പൂജ്യമാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുക. പ്രയോഗിച്ച ബലം പൂജ്യമാകുമ്പോൾ, സ്ഥാനാന്തരം ബലത്തിന്റെ ദിശയ്ക്ക് ലംബമാകുമ്പോൾ അഥവാ 90 ഡിഗ്രി ആകുമ്പോൾ. രണ്ട് പ്രസ്താവനകളും ശരിയാണ്. 1 കിലോഗ്രാം ഭാരം എന്നാൽ ഏകദേശം എത്ര ന്യൂട്ടനാണ്? 9.8 ന്യൂട്ടൺ. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ യാത്രക്കാർ മുന്നോട്ട് ആഞ്ഞു വീഴാൻ കാരണം ചലന ജഡത്വം. ഡൈനാമോയിൽ നടക്കുന്ന ഊർജ്ജരൂപമാറ്റം എന്താണ്? യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു. ഒരു കുതിരശക്തി എന്നാൽ എത്ര വാട്ടാണ്? 746 വാട്ട്. പ്രവൃത്തിയുടെ CGS യൂണിറ്റ് ഏതാണ്? എർഗ്. താഴെ പറയുന്നവയിൽ പ്ലാസ്റ്റിക് കത്തുമ്പോൾ പുറത്തുവരുന്ന അതീവ മാരകമായ വിഷവാതകം ഏതാണ്? ഡയോക്സിൻ. ആഗോളതാപനം നിയന്ത്രിക്കുന്നതിനായി 1997 ഒപ്പുവെച്ച അന്താരാഷ്ട്ര കരാർ ഏതാണ്? ക്യോട്ടോ പ്രോട്ടോക്കോൾ. സൈലന്റ് വാലിക്ക് നാഷണൽ പാർക്ക് പദവി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധി. ഓസോൺ പാളി അന്തരീക്ഷത്തിന്റെ ഏത് പാളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സ്ട്രാറ്റോസ്ഫിയർ. കേരളത്തിലെ പ്രശസ്തമായ സൈലന്റ് വാലി പ്രക്ഷോഭം ഏത് നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിക്കുന്നതിനെതിരായിരുന്നു? കുന്തിപ്പുഴ. ആഗോളതാപനത്തിന് കാരണമാകുന്ന പ്രധാന ഹരിതഗൃഹ വാതകം ഏതാണ്? കാർബൺ ഡയോക്സൈഡ്. ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നോർമാൻ ബോർലോഗ്. കേരളത്തിലെ വാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കണ്ണാറ. പ്രാദേശിക നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പട്ടാമ്പി. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. മനുഷ്യന് ശ്രവിക്കാൻ കഴിയുന്ന ശബ്ദപരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ്. തെങ്ങിന്റെ ഒരു സങ്കര ഇനം അല്ലാത്തത്? ആനന്ദഗംഗ. വില്ലൻ ചുമ ഉണ്ടാക്കുന്ന രോഗകാരി ബോർഡറ്റെല്ല പെർട്ടൂസിസ്. ഫംഗസ് ബാധ മൂലമുണ്ടാകുന്ന രോഗം? അറ്റ്ലസ് ഫുട്ട്. മരുഭൂമിയിലെ ജലമരീചികയ്ക്ക് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? പൂർണ്ണ ആന്തരിക പ്രതിഫലനം. കേവല പൂജ്യം എന്നറിയപ്പെടുന്ന താപനില -273.1. കുഷ്ഠരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ? മൈക്കോബാക്ടീരിയം ലെപ്രേ. മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുക്. ഹൈഡ്രോഫോബിയ ഏത് രോഗത്തിന്റെ ലക്ഷണമാണ്? പേവിഷബാധ. പപ്പായയിലെ രോഗത്തിന് കാരണമാകുന്ന മീലിബഗ് കീടങ്ങളെ നശിപ്പിക്കാൻ വിജയകരമായി ഉപയോഗിക്കുന്ന ജൈവ നിയന്ത്രണ ഏജന്റ് ഏതാണ്? അസറോഫാഗസ് പപ്പായെ. കുട്ടികളിലെ ഹൃദ്രോഗ ചികിത്സയ്ക്കായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഹൃദ്യം. കേരളത്തിൽ ഔഷധ ഗുണത്തിന് പേരുകേട്ടതും കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കാൻ പരമ്പരാഗതമായി ഉപയോഗിക്കുന്നതുമായ നെല്ലിനം ഏതാണ്? ഞവര. ഒരു വ്യക്തിക്ക് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? 25 സെന്റിമീറ്റർ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 1, 4 എന്നിവ ശരിയാണ്. താപത്തിന്റെ SI യൂണിറ്റ് ജൂൾ ആണ്. താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ ആണ്. സിനിമാ തിയേറ്ററുകളുടെ ഭിത്തികൾ ശബ്ദം ആഗിരണം ചെയ്യുന്ന പരുക്കൻ വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കുന്നത് എന്ത് തടയാനാണ്? അനുരണനം. ഉപഗ്രഹങ്ങളില്ലാത്ത സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ ഏവ? ബുധൻ, ശുക്രൻ. ആകാശത്തിന്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം? വിസരണം. സോണാർ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏവ? അൾട്രാസോണിക്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ഗാനിമേഡ് ഏത് ഗ്രഹത്തിൻ്റെതാണ്? വ്യാഴം. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത്? ചൊവ്വ. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ദ്രാവകം ഏതാണ്? മെർക്കുറി. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 8 മിനിറ്റ് 20 സെക്കൻഡ്. കടൽജലത്തിന്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഫാത്തോമീറ്റർ. പ്രകാശത്തിന് ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കാൻ കഴിയുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം. ഇത് എന്തിന്റെ യൂണിറ്റ് ആണ്? ദൂരത്തിന്റെ യൂണിറ്റ്. താഴെ തന്നിരിക്കുന്നവയിൽ ആന്റിബോഡി ഉൽപാദനവുമായി ബന്ധപ്പെട്ട രക്തകോശം ഏതാണ്? ലിംഫോസൈറ്റ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ജീവകത്തിന്റെ അപര്യാപ്തത കൊണ്ടാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്നത്? സയനോകൊബാലമിൻ. ജീവകം എയിൽ നിന്നും രൂപപ്പെടുന്നതും കണ്ണിന്റെ കാഴ്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നതുമായ പദാർത്ഥം? റെറ്റിനാൽ. മനുഷ്യ ശരീരത്തിൽ ഏത് അന്തഃസ്രാവി ഗ്രന്ഥിയിൽ നിന്നാണ് എപ്പിനെഫ്രിൻ എന്ന ഹോർമോൺ ഉണ്ടാകുന്നത്? അഡ്രിനൽ ഗ്രന്ഥി. ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം? ഓക്സിജൻ. താഴെ പറയുന്നവയിൽ കത്തുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ.
ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന ഉപോൽപ്പന്നം ഏതാണ്? ജലം. പ്രതിധ്വനി കേൾക്കണമെങ്കിൽ ശബ്ദോർജ്ജവും ശബ്ദസ്രോതസ്സും തടസ്സവും തമ്മിലുള്ള കുറഞ്ഞ ദൂരം ഏകദേശം എത്രയായിരിക്കും? 17 മീറ്റർ. തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ ദൃശ്യപ്രകാശം ഏതാണ്? ചുവപ്പ്. കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങൾ ഏവ? ശുക്രൻ, യുറാനസ്. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്? മോസ്ലി. 1 കലോറി = 4.2 ജൂള്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഏകാറ്റോമിയം? ഹീലിയം. ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാമാണ്? ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം? ഹൈഡ്രജൻ. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം? പ്ലവന പ്രക്രിയ. കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ എത്ര? 4. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്ര? 1. ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു? സോഡിയം ബെൻസോയേറ്റ്. ബേക്കിംഗ് സോഡ രാസസൂത്രം? NaHCO3. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? നൈലോൺ. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 3. ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം? 2n².